ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ് മൈത്രി. തായ്ലൻഡ്. ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ് മൈത്രി. തായ്ലൻഡ്. ഇന്ത്യൻ എയർഫോഴ്സ് വെപ്പൺ സിസ്റ്റം സ്കൂൾ ആരംഭിച്ചത് എയർഫോഴ്സ് സ്റ്റേഷൻ ബേഗംപേട്ട് ആണ്. ബേഗംപേട്ട്. ഇന്ത്യൻ എയർഫോഴ്സ് വെപ്പൺ സിസ്റ്റം സ്കൂൾ ആരംഭിച്ചത് എയർഫോഴ്സ് സ്റ്റേഷൻ ബേഗംപേട്ട് ആണ്. L1 പോയിന്റിന് ചുറ്റും ഒരു പ്രദക്ഷിണം പൂർത്തിയാക്കാൻ ഇന്ത്യയുടെ ആദ്യത്തെ L1 ദൗത്യം എടുത്ത ദിവസം 178 ദിവസമാണ്. 178 ദിവസം. L1 പോയിന്റിന് ചുറ്റും ഒരു പ്രദക്ഷിണം പൂർത്തിയാക്കാൻ ഇന്ത്യയുടെ ആദ്യത്തെ L1 ദൗത്യം എടുത്ത ദിവസം 178 ദിവസം. ഹോട്ടൽ റെസ്റ്റോറന്റ് മേഖലയിൽ അടുത്തിടെ GST വകുപ്പ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ഫാനം. ഹോട്ടൽ റെസ്റ്റോറന്റ് മേഖലയിൽ അടുത്തിടെ GST വകുപ്പ് നടത്തിയ പരിശോധന ഓപ്പറേഷൻ ഫാനം. കോടതിക്കും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കും പോലീസ് നടത്തുന്ന എല്ലാ പരിശോധനകളുടെയും വീഡിയോ റെക്കോർഡിംഗ് ഇനി മുതൽ ഏത് ആപ്പിലൂടെയാണ് കാണാൻ സാധിക്കുന്നത്? ഇ-സാക്ഷി. കോടതിക്കും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കും പോലീസ് നടത്തുന്ന എല്ലാ പരിശോധനകളുടെയും വീഡിയോ റെക്കോർഡിംഗ് ഇനി മുതൽ ഏത് ആപ്പിലൂടെയാണ് കാണാൻ സാധിക്കുന്നത്? ഇ-സാക്ഷി. പൊതുവിവരങ്ങൾ പ്രദർശിപ്പിക്കാത്ത സർക്കാർ ഓഫീസുകൾക്കെതിരെ നടപടിയെടുക്കാം എന്ന് അനുശാസിക്കുന്ന വിവരാവകാശ നിയമത്തിലെ സെക്ഷനാണ് സെക്ഷൻ 41B. പൊതുവിവരങ്ങൾ പ്രദർശിപ്പിക്കാത്ത സർക്കാർ ഓഫീസുകൾക്കെതിരെ നടപടിയെടുക്കാമെന്ന് അനുശാസിക്കുന്ന വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 41B. ഓപ്പൺ AI ചാറ്റ് ജിപിടിക്ക് എതിരാളിയായി വാട്സപ്പ് അവതരിപ്പിച്ചത് മെറ്റ AI ആണ്. മെറ്റ AI. ഓപ്പൺ AI ചാറ്റ് ജിപിടിക്ക് എതിരാളിയായിട്ട് വാട്സപ്പ് അവതരിപ്പിച്ചതാണ് മെറ്റ AI. അനലോഗ് കമ്പ്യൂട്ടറിന്റെയും ഡിജിറ്റൽ കമ്പ്യൂട്ടറിന്റെയും സവിശേഷതകൾ ചേർന്ന് രൂപം നൽകിയ കമ്പ്യൂട്ടറാണ് ഹൈബ്രിഡ്. അനലോഗ് കമ്പ്യൂട്ടറിന്റെയും ഡിജിറ്റൽ കമ്പ്യൂട്ടറിന്റെയും സവിശേഷതകൾ ചേർന്ന് രൂപം നൽകിയ കമ്പ്യൂട്ടറാണ് ഹൈബ്രിഡ്. ബൈനറി നമ്പർ സിസ്റ്റം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന കമ്പ്യൂട്ടറാണ് ഡിജിറ്റൽ കമ്പ്യൂട്ടർ. ബൈനറി നമ്പർ സിസ്റ്റം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന കമ്പ്യൂട്ടറാണ് ഡിജിറ്റൽ കമ്പ്യൂട്ടർ. ലോകത്തിലെ ആദ്യ മെക്കാനിക്കൽ കാൽക്കുലേറ്റർ പാസ്കലിൻ. ലോകത്തിലെ ആദ്യ മെക്കാനിക്കൽ കാൽക്കുലേറ്റർ ആണ് പാസ്കലിൻ. ലോകത്തിലെ ആദ്യ കാൽക്കുലേറ്റിംഗ് ഉപകരണമാണ് അബാക്കസ്. ലോകത്തിലെ ആദ്യ കാൽക്കുലേറ്റിംഗ് ഉപകരണം അബാക്കസ്. കാൽക്കുലേറ്റിംഗ് യന്ത്രമായ നേപ്പിയർ ബെൻ വികസിപ്പിച്ചത് ജോൺ നേപ്പിയർ ആണ്. ജോൺ നേപ്പിയർ. സേവനങ്ങളുടെ ഇലക്ട്രോണിക് ഡെലിവറി അറിയപ്പെടുന്നത് ഈ ക്രാന്തി എന്നാണ്. സേവനങ്ങളുടെ ഇലക്ട്രോണിക് ഡെലിവറി ഈ ക്രാന്തി. ഒരു വെബ് പേജ് കാണാൻ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് ബ്രൗസർ. ഒരു വെബ് പേജ് കാണാൻ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ബ്രൗസർ ആണ്. മിസ് AI മത്സരത്തിൽ ഇന്ത്യയിൽ നിന്നും പങ്കെടുത്ത AI മോഡലാണ് സാറ ശതാവരി. മിസ് AI മത്സരത്തിൽ ഇന്ത്യയിൽ നിന്നും പങ്കെടുത്ത AI മോഡൽ സാറ ശതാവരി. സർവീസിൽ നിന്നും വിരമിച്ച കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കായി കേന്ദ്ര പെൻഷൻ മന്ത്രാലയം ആരംഭിച്ച പോർട്ടലാണ് ഭവിഷ്യ. സർവീസിൽ നിന്നും വിരമിച്ച കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കായി കേന്ദ്ര പെൻഷൻ മന്ത്രാലയം ആരംഭിച്ച പോർട്ടൽ ഭവിഷ്യ. പെൺകുട്ടികൾ മാത്രമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സൈനിക സ്കൂൾ ആരംഭിച്ചത് വൃന്ദാവൻ, ഉത്തർപ്രദേശ്. സാംവിത് ഗുരുകുലം ഗേൾസ് സൈനിക് സ്കൂൾ ആണ്. പെൺകുട്ടികൾ മാത്രമുള്ള ഇന്ത്യയിലെ ആദ്യ സൈനിക സ്കൂൾ ഏതാണ്? വൃന്ദാവൻ ഉത്തർപ്രദേശിലാണ്. സാംവിത് ഗുരുകുലം ഗേൾസ് സൈനിക് സ്കൂൾ ആണ്. കുടുംബശ്രീ അംഗങ്ങളുടെ സർവ്വകാത്മക കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് വാർഡ് തലത്തിൽ നിലവിൽ വരുന്ന പദ്ധതിയാണ് എന്നിടം. കുടുംബശ്രീ അംഗങ്ങളുടെ സർവ്വകാത്മക കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് വാർഡ് തലത്തിൽ നിലവിൽ വരുന്ന പദ്ധതിയാണ് എന്നിടം. കരുതലും സംരക്ഷണവും ആവശ്യമുള്ള കുട്ടികളെ കണ്ടെത്തി അവരെ മാനസികമായും ശാരീരികമായും പ്രോത്സാഹിപ്പിക്കുന്നതിന് കേന്ദ്ര വനിതാ മന്ത്രാലയം നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് മിഷൻ വാത്സല്യ.
കരുതലും സംരക്ഷണവും ആവശ്യമുള്ള കുട്ടികളെ കണ്ടെത്തി അവരെ മാനസികമായും ശാരീരികമായും പ്രോത്സാഹിപ്പിക്കുന്നതിന് കേന്ദ്ര വനിതാ മന്ത്രാലയം നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് മിഷൻ വാത്സല്യ. കേന്ദ്ര സർക്കാരിന്റെ ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെട്ട കേരളത്തിലെ നഗരമാണ് പാലക്കാട്. കേന്ദ്ര സർക്കാരിന്റെ ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെട്ട കേരളത്തിലെ നഗരമാണ് പാലക്കാട്. 2023 നവംബറിൽ ടാന്റലം എന്ന അപൂർവ ലോഹത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയത് ഏത് നദിയിലാണ്? സത്ലജിലാണ്. സത്ലജ്. 2023 നവംബറിൽ ടാന്റലം എന്ന അപൂർവ ലോഹത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയത് ഏത് നദിയിലാണ്? സത്ലജിലാണ്. ചന്ദ്രനിൽ നിന്ന് ശേഖരിച്ച മണ്ണിൽ നിന്ന് ജലം ഉൽപ്പാദിപ്പിച്ച രാജ്യം ചൈനയാണ്. ചൈന. ചന്ദ്രനിൽ നിന്ന് ശേഖരിച്ച മണ്ണിൽ നിന്ന് ജലം ഉൽപ്പാദിപ്പിച്ച രാജ്യമാണ് ചൈന. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി കൊല്ലമാണ്. കൊല്ലം. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി എവിടെയാണ് നിലവിൽ വന്നത്? കൊല്ലത്താണ്. സംസ്ഥാനത്തെ ആദിവാസി മേഖലയിലെ മാതൃശിശുമരണം കുറയ്ക്കുന്നതിന്റെ ഭാഗമായി ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്ന പദ്ധതിയാണ് ഊരുമിത്രം. എന്താണ്? സംസ്ഥാനത്തെ ആദിവാസി മേഖലയിലെ മാതൃശിശുമരണം കുറയ്ക്കുന്നതിന്റെ ഭാഗമായി ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്ന പദ്ധതിയാണ് ഊരുമിത്രം. 2025 ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിലിൽ സ്ഥിരമല്ലാത്ത അംഗങ്ങളായി തെരഞ്ഞെടുക്കപ്പെട്ട രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ബഹ്റിൻ, കൊളംബിയ, റിപ്പബ്ലിക് ഓഫ് കോങ്കോ, ലൈബീരിയ, ലാത്വിയ എന്നിവയാണ് 2025 ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിൽ സ്ഥിരമല്ലാത്ത അംഗങ്ങളായി തെരഞ്ഞെടുക്കപ്പെട്ട രാജ്യങ്ങളാണ് ബഹ്റിൻ, കൊളംബിയ, റിപ്പബ്ലിക് ഓഫ് കോങ്കോ, ലൈബീരിയ, ലാത്വിയ എന്നിവ. വിദ്യാഭ്യാസ സാമഗ്രികളുടെ വിതരണത്തിനായി തപാൽ വകുപ്പ് ആരംഭിച്ച പുതിയ തപാൽ സേവനത്തിന്റെ പേരാണ് ഗ്യാൻ പോസ്റ്റ്. ഗ്യാൻ പോസ്റ്റ്. വിദ്യാഭ്യാസ സാമഗ്രികളുടെ വിതരണത്തിനായി തപാൽ വകുപ്പ് ആരംഭിച്ച പുതിയ തപാൽ സേവനത്തിന്റെ പേരാണ് ഗ്യാൻ പോസ്റ്റ്. ഇറാന്റെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രയേൽ നടത്തിയ സൈനിക നടപടിയാണ് ഓപ്പറേഷൻ റൈസിംഗ് ലയൺ. ഇറാന്റെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രയേൽ നടത്തിയ സൈനിക നടപടിയാണ് ഓപ്പറേഷൻ റൈസിംഗ് ലയൺ. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആധുനിക ഡ്രോണാണ് രുദ്രാസ്ത്ര. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആധുനിക ഡ്രോണാണ് രുദ്രാസ്ത്ര. 2026 77ാമത് റിപ്പബ്ലിക് ദിന ആഘോഷങ്ങളിൽ മുഖ്യ അതിഥികളായി പങ്കെടുക്കുന്നത് അന്റോണിയോ കോസ്റ്റയും ഉർസുല വോൺ ഡെർ ലെയനുമാണ്. 2026 77ാമത് റിപ്പബ്ലിക് ദിന ആഘോഷങ്ങളിൽ മുഖ്യ അതിഥികളായി പങ്കെടുത്തത് അന്റോണിയോ കോസ്റ്റയും ഉർസുല വോൺ ഡെർ ലെയനുമാണ്. അന്റോണിയോ കോസ്റ്റ യൂറോപ്യൻ കൗൺസിലിന്റെ പ്രസിഡന്റും ഉർസുല വോൺ ഡെർ ലെയൻ യൂറോപ്യൻ കമ്മീഷന്റെ പ്രസിഡന്റുമാണ്. സ്ത്രീകളുടെ സുരക്ഷയും ശാക്തീകരണവും ലക്ഷ്യമിട്ട് കേരള വനിതാ കമ്മീഷൻ ആവിഷ്കരിച്ച പറന്നുയരാം കരുത്തോടെ ക്യാമ്പയിന്റെ ഗുഡ്വിൽ അംബാസഡർ മഞ്ജു വാര്യരാണ്. മഞ്ജു വാര്യർ. സ്ത്രീകളുടെ സുരക്ഷയും ശാക്തീകരണവും ലക്ഷ്യമിട്ട് കേരള വനിതാ കമ്മീഷൻ ആവിഷ്കരിച്ച പറന്നുയരാം കരുത്തോടെ എന്ന ക്യാമ്പയിന്റെ ഗുഡ്വിൽ അംബാസഡർ മഞ്ജു വാര്യരാണ്. മഞ്ജു വാര്യർ. സ്ത്രീകളുടെ ശാക്തീകരണവും സുരക്ഷയും ലക്ഷ്യമിട്ട് വനിതാ ശിശു വികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കനൽ. സ്ത്രീകളുടെ ശാക്തീകരണവും സുരക്ഷയും ലക്ഷ്യമിട്ട് വനിതാ ശിശു വികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കനൽ. KSEB ഓഫീസുകളിലെ അഴിമതിയും ക്രമക്കേടുകളും കണ്ടെത്താൻ വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ഷോർട്ട് സർക്യൂട്ട്. KSEB ഓഫീസുകളിലെ അഴിമതിയും ക്രമക്കേടുകളും കണ്ടെത്താൻ വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ഷോർട്ട് സർക്യൂട്ട്. കവിയും കേരള സാഹിത്യ അക്കാദമി അധ്യക്ഷനുമായ K. സച്ചിദാനന്ദന്റെ ആത്മകഥയാണ് അവിരാമം. കവിയും കേരള സാഹിത്യ അക്കാദമി അധ്യക്ഷനുമായ K. സച്ചിദാനന്ദന്റെ ആത്മകഥ അവിരാമം. 2025 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ലഭിച്ചത് ഗ്രാസ മാഷലിനാണ്. ഗ്രാസ മാഷൽ. 2025 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ലഭിച്ചത് ഗ്രാസ മാഷലിനാണ്.
കേരളത്തിലെ ആദ്യ 3D കമ്പ്യൂട്ടർ ഗെയിമാണ് തെക്ക് ഐലൻഡ്. ഇപ്പം ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഗെയിമാണ്. കേരളത്തിലെ ആദ്യ 3D കമ്പ്യൂട്ടർ ഗെയിമാണ് തെക്ക് ഐലൻഡ്. കോട്ടയം സെന്റ് കിറ്റ്സ് കോളേജിലെ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികളാണത് ചെയ്തത്. രാഷ്ട്രപതി ഭവനിൽ പ്രസിഡന്റ് ദ്രൗപദി മുർമു ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയിലെ 11 ക്ലാസിക്കൽ ഭാഷകളിലെ കൃതികളിൽ സൂക്ഷിച്ചിരിക്കുന്ന പുതിയ ലൈബ്രറിയുടെ പേരാണ് ഗ്രന്ഥകുടീർ. രാഷ്ട്രപതി ഭവനിൽ പ്രസിഡന്റ് ദ്രൗപദി മുർമു ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയിലെ 11 ക്ലാസിക്കൽ ഭാഷയിലെ കൃതികൾ സൂക്ഷിച്ചിരിക്കുന്ന പുതിയ ലൈബ്രറിയാണ് ഗ്രന്ഥകുടീർ. ഗ്രന്ഥകുടീർ. ഉപഭോക്താക്കൾ നൽകുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഇമെയിലുകൾ സ്വയം തയ്യാറാക്കി നൽകുന്നതിനായി ഗൂഗിൾ ജിമെയിലിൽ അവതരിപ്പിച്ച പുതിയ AI ഫീച്ചറാണ് ഹെൽപ്പ് മീ റൈറ്റ്. ഹെൽപ്പ് മീ റൈറ്റ്. റൈറ്റ് RITE റൈറ്റ് ആണ്. ഉപഭോക്താക്കൾ നൽകുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഇമെയിലുകൾ സ്വയം തയ്യാറാക്കി നൽകുന്നതിനായി ഗൂഗിൾ ജിമെയിലിൽ അവതരിപ്പിച്ച പുതിയ AI ഫീച്ചറാണ് ഹെൽപ്പ് മീ റൈറ്റ്. പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികളുടെ ശാരീരിക മാനസിക ഉന്നമനം ലക്ഷ്യമിട്ട് ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് അക്ഷരം ആരോഗ്യം. പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികളുടെ ശാരീരിക മാനസിക ഉന്നമനം ലക്ഷ്യമിട്ട് ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് അക്ഷരം ആരോഗ്യം. കുട്ടികൾക്ക് സന്തോഷകരവും സമ്മർദ്ദരഹിതവുമായ പഠനാന്തരീക്ഷം ഒരുക്കുന്നതിനായി കേരളത്തിലെ സ്കൂളുകളിൽ കേരള എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്നേഹം. എന്താണ്? കുട്ടികൾക്ക് സന്തോഷകരവും സമ്മർദ്ദരഹിതവുമായ പഠനാന്തരീക്ഷം ഒരുക്കുന്നതിനായി കേരളത്തിലെ സ്കൂളുകളിൽ കേരള എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്നേഹം.